വെൽക്കം ടു മൈ ചാനൽ ഗൈസ്, ദിസ് ഈസ് വിപിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ക്യാപിറ്റലിനെ കുറിച്ചാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം ചിന്തിക്കുന്ന കാര്യം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എത്ര ക്യാപിറ്റൽ കയ്യിൽ വേണമെന്നുള്ളതാണ്. ഈ ഒരു കാര്യം വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ടോട്ടലി ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടിയുണ്ട്. കാരണം ഷെയർ മാർക്കറ്റിൽ ഒരുപാട് പൈസ ഇല്ലാതെ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. ഈ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അതും ഇത് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പം ഒരു 90% ആൾക്കാരും ചിന്തിക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, ഇത്ര മാസം കൊണ്ട് ഇത്ര രൂപ ആക്കണം. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൈസ കായ്ക്കുന്ന ഒരു മരമാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരുവിധ ആൾക്കാർക്കൊന്നും പറ്റില്ല. നമ്മളൊക്കെ ഞാനും അങ്ങനെയാണ് മാർക്കറ്റിലോട്ട് വന്നത്. നമ്മൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം അങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക്. മാർക്കറ്റിലോട്ട് വരുമ്പം എങ്ങനെ പൈസയാക്കാമെന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന 2-3 ടൈപ്പ് ആൾക്കാർ, ഒന്ന് ഏറ്റവും ബിഗിനേഴ്സാണ്, മാർക്കറ്റിനെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാണ്. പിന്നുള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി ട്രേഡൊക്കെ ചെയ്യുന്നുണ്ട്, ജോലിയുടെ സൈഡായിട്ടും അങ്ങനെയൊക്കെ. ബട്ട് ഇപ്പോഴും അങ്ങ് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് എപ്പോഴും ചിലപ്പോൾ പ്രോഫിറ്റ്, ചിലപ്പോൾ ലോസ്, ഇനിയിപ്പം അനാലിസിസ് ചെയ്യുന്നതൊന്ന്, ട്രേഡ് ചെയ്യുന്നത് മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ ഞാനായിട്ട് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പം നല്ല റിച്ച് ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. 10, 15, 20 ലാക്കൊക്കെ പിന്നെ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡിംഗ് പഠിക്കുന്ന ആൾക്കാർ ഇപ്പം എന്നെ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. നമ്മൾ സാധാരണ മാർക്കറ്റിലോട്ട് വരുമ്പം ഈ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാതെ പ്രോസസ്സ് കറക്റ്റാക്കാൻ ശ്രദ്ധിക്കുക. അനാലിസിസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അപ്പാവോ ഡൗൺ ആവോ അല്ലെങ്കിൽ സൈഡ് വൈസ് പോകുമോ എന്നുള്ളൊരു പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ പ്രഡിക്ഷൻ അല്ല. അത് എത്രത്തോളം ശരിയാവുന്നുണ്ടെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ കയ്യിലുള്ള എൻ്റെ അക്കൗണ്ട് ഇന്ന് ഞാൻ 5 ലക്ഷം ഇട്ട അക്കൗണ്ട് നാളെ 6 ലക്ഷം ആവുന്നുണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്. തിങ്ക് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ കയ്യിലിപ്പം എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അത് മാറ്ററല്ല. നിങ്ങളൊരു 5,000 10,000 അത് തന്നെ വേണമെന്നില്ല. ബട്ട് ഞാൻ പറയുന്നൊരു ഡിസ്കഷന് വേണ്ടി പറയുന്നതാണ്. ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വെക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ. അതിനുശേഷം ഇക്വിറ്റിയിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ സ്ട്രാറ്റജീസ്, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും പലതിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഉടൻ തന്നെ പോയിട്ട് ഫ്യൂച്ചേഴ്സിൽ 1-2 ലോട്ട് വാങ്ങുമല്ല വേണ്ടത്, ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ വളരെ സൂപ്പറായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. കാരണം 10 ഷെയർസ് അല്ലെങ്കിൽ 20 ഷെയർസ് 50 ഷെയർസൊക്കെ വാങ്ങിയിട്ടാണ് പല ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും ഒറ്റൊരു വാശിയിലാണ്, ഞാൻ ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ്, നല്ലോണം പഠിച്ചതിന് ശേഷമേ ഞാൻ ട്രേഡിങ് തുടങ്ങൂ, 1 രൂപ പോലും കളയാതെ ട്രേഡിങ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗൈസ്, ദാറ്റ്സ് ഇമ്പോസിബിൾ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പേപ്പർ ട്രേഡിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം പേപ്പർ ട്രേഡിങ്ങിൽ നമ്മളുടെ ഇമോഷൻസ് ഇൻവോൾവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഒരു 5 or 10 അക്കൗണ്ടിൽ വെക്കുക, അതിൽ കൂടുതൽ വെക്കാതിരിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, കൂടുതൽ അക്കൗണ്ടിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസ് ആവും തോറും എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പിന്നെയും ട്രേഡ് എടുക്കും. നമ്മൾ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും. ഇങ്ങനെ ട്രേഡ് എടുത്ത് ഉള്ളത് മുഴുവൻ പോകുന്നൊരവസ്ഥ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 5, 10, 20 അത് നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി പോലെ, അതിൽ കൂടേണ്ട ആവശ്യമില്ല. അത്രയും മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ വെക്കുക. ഇക്വിറ്റിയിൽ ചെറിയ എമൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഇന്ന് ഞാൻ അനാലിസിസ് ചെയ്തു, നാളെ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് സക്സസ്ഫുള്ളായി. പക്ഷേ ഞാൻ എടുത്ത് വെറും 10 ഷെയറാണ് ഞാൻ ട്രേഡ് എടുത്തത്. എൻ്റെ അനാലിസിസ് സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു സന്തോഷത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്തായിരിക്കും, അത് ഞാൻ 500 ഷെയർ എടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര പൈസയാക്കായിരുന്നു. ഈ ഒരു പോയിന്റിലാണ് അധികം ആൾക്കാരുടെ ഡിസ്ട്രക്ഷൻ, ഒരു ട്രേഡിങ്ങിലെ ഫെയിലിയർ തുടങ്ങുന്നത്. കാരണം നമ്മളുടെ പ്രോസസ്സ് കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയല്ല. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനാലിസിസ്, എൻട്രി, ട്രേഡ് മാനേജ്മെൻറ്റ്, എക്സിറ്റ്, ഇതൊക്കെ അതിലൊരു എന്താ പറയേണ്ട ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമ്മളുടെ ഒരു ട്രേഡ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ സംഭവിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഇന്നൊരു അനാലിസിസ് ചെയ്തു, നാളെ രാവിലെ ട്രേഡ് എടുക്കുമ്പോൾ പല റൂൾസും നമ്മൾ
ഫോളോ ചെയ്യാതിരിക്കും. അതായത് ഇന്ന പ്രൈസിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ, 200 രൂപയുടെ ഒരു സ്റ്റോക്കാണ്, 205 ക്രോസ് ചെയ്താലേ ഞാൻ എൻട്രി ചെയ്യൂ എന്ന് പറയും. 202 ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് പിന്നെ 3 രൂപ എക്സ്ട്രാ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ചാടി കയറും. ഒരു മിസ്റ്റേക്കാണ്, അതായത് കറക്റ്റ് അല്ലാത്ത എൻട്രി. ചില സമയത്ത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പായി ഓപ്പണായി അങ്ങ് മുകളിൽ പോയിട്ടുണ്ടാവും. എന്നാലും അതെന്തായാലും ഞാൻ മുകളിൽ പോകുന്ന ചിന്തിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എൻട്രിയിൽ പറ്റുന്ന പല പല മിസ്റ്റേക്കുകളാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, സൂപ്പർ അനാലിസിസ് ആയിരിക്കും, ട്രേഡ് വരുമ്പോൾ എടുക്കില്ല, ഇത് ലോസ് ആവുമോ എന്നുള്ളൊരു പേടിയിൽ എടുക്കില്ല. അപ്പോൾ അതൊരു ടൈപ്പ്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ട്രേഡ് മാനേജ്മെൻറ്റ്. എൻട്രി ചെയ്തു, കറക്റ്റ് എൻട്രി ആയിരിക്കും, 5 രൂപ പ്രോഫിറ്റ് കാണുമ്പോഴേക്ക് വേറൊന്നും സപ്പോർട്ട് നോക്കില്ല, റെസിസ്റ്റൻസ് നോക്കില്ല, ഒന്നും നോക്കില്ല, ചടപട എല്ലാം കൂടെ എക്സിറ്റ് ചെയ്തു പോകും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഗ്രീഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലെവലിലെത്തും, ആ ലെവലിന് ശേഷം പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ ഇതിവിടെയല്ല, നമുക്കൊരു കുറച്ചുകൂടി മുകളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അവസാനം അത് അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോകുമ്പോഴും നിങ്ങളിങ്ങനെ മുകളിലേക്ക് നോക്കി ഇരിക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, എമൗണ്ട് നോക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടാവും, ആ ട്രേഡിൽ ഇപ്പോൾ ഒരു 35,000 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 45,000 പ്രോഫിറ്റ്, അല്ലെങ്കിൽ പോട്ടെ ഒരു 1,500 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടാവും. 2,000 ആയാലും ഞാൻ ഇത് ക്ലോസ് ചെയ്യും. ഗൈസ്, മാർക്കറ്റിന് നമ്മളെന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് എത്ര വേണ്ടതെന്നുള്ള മാർക്കറ്റിന് വിഷയമല്ല. മാർക്കറ്റ് എവിടുന്നാണോ അതിന് ടേൺ ആവേണ്ടത് അവിടുന്ന് അത് ടേൺ ആവും. അന്നേരം നിങ്ങളുടെ പ്രോഫിറ്റ് 1950 ആയുള്ളൂ, 50 രൂപ കുറവാണെന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്യാതിരുന്നാൽ അവിടെയും നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഇതുപോലെ പല പല സ്ഥലങ്ങളിലാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ച് പണികൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇന്നൊരു ട്രേഡ് എടുത്തു, ആ സക്സസ് ആയി, ആ ട്രേഡിൽ ചില മിസ്റ്റേക്സ് ഉണ്ടാവും, അടുത്ത ട്രേഡിൽ വേറെ ചില മിസ്റ്റേക്സ് ആയിരിക്കും. ഇങ്ങനെ ഡെയിലി നമ്മൾ 1 മാസം 2 മാസമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മിസ്റ്റേക്സ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു ലെവലെത്തുമ്പോഴാണ് നമ്മളുടെ സ്റ്റെപ്പ് ഒന്ന് മുകളിലേക്ക് കൂട്ടേണ്ടത്. അന്നേരം നിങ്ങൾ ഈ 10,000 എന്ന് പറയുന്ന ക്യാപിറ്റൽ നല്ല സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്തവരാണെങ്കിൽ ക്യാപിറ്റൽ ഓൾറെഡി ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഇനി അങ്ങനെയല്ല, സക്സസ്ഫുൾ അല്ലാത്തവരാണെന്ന് വിചാരിച്ചോളൂ. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മളുടെ അനാലിസിസ് റോങ് ആയിരിക്കും, എൻട്രി ചെയ്യുന്ന എല്ലാത്തിലും മിസ്റ്റേക്സ് പറ്റി നമ്മളുടെ ഈ 5,000 10,000 നമ്മളുടെ സീറോ ആവും. അത് സീറോ ആകുമ്പോൾ നിങ്ങളെക്കൊണ്ട് ട്രേഡിംഗ് പറ്റില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ഒരു നെഗറ്റീവ് തിങ്കിങ് കൊണ്ടു നടക്കാൻ പാടില്ല. കാരണം ട്രേഡിങ്ങിൽ കുറേയൊക്കെ പൈസ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡിങ്ങിനൊരു ബുക്കില്ല എന്നുള്ളതാണ്. പല ബിസിനസ്സുകൾക്കും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല ഒരു പ്രോസസ്സ് ഉണ്ട് പല ബിസിനസ്സുകൾക്ക്. അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. അതേസമയത്ത് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൂളും ഇല്ലാത്തൊരു സംഭവമാണ്. എൻ്റെ റൂൾ എനിക്ക് മാത്രം, നിങ്ങളുടെ റൂൾ നിങ്ങൾക്ക് മാത്രം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ക്യാപിറ്റലൊക്കെ നിങ്ങളുടെ സീറോ ആയെന്ന് വിചാരിച്ചോ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ 20,000 ഉണ്ടെങ്കിലും ഈ 5,000 കൊണ്ട് തുടങ്ങാൻ. ഇത് തീർന്ന് കഴിയുമ്പം അടുത്ത 5,000 കൊണ്ട് ഇടുക, വീണ്ടും തുടങ്ങുക. ഇത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ മൈൻഡ്ലെസ്ലി കാണുന്നതും കേൾക്കുന്നതും വാങ്ങുക എന്നല്ല അർത്ഥം. ഒരു ടെക്നിക്കൽ അനാലിസിസ് പഠിച്ച് അതിനുശേഷം അതിലെ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് ജേണൽ എഴുതി വെച്ച്. ഈ ജേണൽ എഴുതി വെച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ പറ്റുന്ന മിസ്റ്റേക്കുകളും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഡെയിലി ബേസിസിൽ ഒരു ഡയറി എഴുതുന്ന പോലെ നോട്ട് ചെയ്യണം. ബട്ട് അത് നിങ്ങളെ ഫ്യൂച്ചറിൽ എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, അത് അന്നേരമേ മനസ്സിലാവുള്ളൂ. ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും ഞാൻ എൻ്റെ ജേണലിങ് ഞാൻ വിടാതെ കീപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം മിസ്റ്റേക്സ് നമുക്ക് എപ്പോഴും പറ്റും. ആ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ജേണലിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, അതിൽ നമ്മൾ മിസ്റ്റേക്ക് നാളെ ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ചെയ്ത് നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഒരു സമയം വരും. ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മളൊരു സ്ഥലത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്ഥലത്ത് എങ്ങനെ എത്തിയെന്ന് പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവില്ല. കാരണം അതെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മളൊന്നും ആലോചിക്കുന്നതും കൂടിയില്ല ആ ഭാഗത്തെക്കുറിച്ച്. അതേസമയത്ത് നമ്മൾ ഒരു വണ്ടി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ ക്ലച്ച് എവിടെ, ഗിയർ എവിടെയെന്ന് ചോദിച്ചിട്ടുള്ള ഓരോരോ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടീസ് ആവശ്യമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയം വരും, അതിന് വലിയ സമയമൊന്നും എടുക്കില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ 1 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് അങ്ങേയറ്റായിരിക്കും. കാരണം 5-10 ഷെയറിൽ പോയാൽ പോട്ടെ എന്ന് വെച്ചെടുത്ത പല ട്രേഡ്സും ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അതും പറയാം കേട്ടോ, നിങ്ങളൊന്നും നോക്കാതെ ദിവസം കുറേ ട്രേഡ് എടുത്തു സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തത് പോകാനും മതി. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മളുടെ ഡിസിഷൻസ് ക്വിക്കായിരിക്കണം. ഈവൻ നിങ്ങൾ പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ പോലും
നമ്മൾ ചിലർ പറയും എനിക്കങ്ങനെ ക്വിക്ക് ഡിസിഷൻ്റെ ആവശ്യമില്ല, ഞാനൊരു ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും ചില സമയത്ത് മാർക്കറ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതെന്ന് പറഞ്ഞാൽ വിത്തിൻ ബ്ലിങ്ക് ഓഫ് ആൻ ഐ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അത് ആക്ട് ചെയ്യാനുള്ളൊരു ടെമ്പറമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ പ്രാക്ടീസ് ഇതില്ലാതെ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പേപ്പർ ട്രേഡിങ്ങിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം പേപ്പർ ട്രേഡിങ്ങിൽ നമ്മളുടെ മണി ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് വരില്ല. അതുകൊണ്ട് നിങ്ങൾ അധിക സമയത്തും സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതലാണ് സൈക്കോളജിക്കലി നോക്കുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ മറ്റേ ബൈനറി ഓപ്ഷൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഷെയർ മാർക്കറ്റിൽ തന്നെ ചെയ്യാം. കാരണം ചെറിയ എമൗണ്ട് മതി. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏത് മെത്തേഡാണോ അത് വെച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരുപാട് ലോസാക്കി, ഈ ഓരോ ലോസ് ആക്കുമ്പോഴും അതിൻ്റെ എന്തുകൊണ്ട് നമ്മൾ ലോസ് ആക്കിയെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അതേസമയത്ത് ഞാൻ ഇന്ന് സപ്പോസ് 10,000 എൻ്റെ ലോസായി, ഇന്നലെ 20,000 ആയി എന്നല്ലാതെ ഇത് എന്തുകൊണ്ട് പറ്റി, എവിടെ പറ്റി, നാളെ എനിക്ക് ആ സ്റ്റോക്കിലേക്ക് നോക്കുമ്പോൾ ഞാൻ അതിൽ എൻട്രി എടുത്തു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ചെയ്യുന്ന ട്രേഡ്, അതിൻ്റെ എൻട്രി പ്രൈസ്, എക്സിറ്റ് പ്രൈസ്, എൻട്രി ടൈം, എക്സിറ്റ് ടൈം, കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ കൂടാതെ അതിൻ്റെ മുകളിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കറേജ്. പല ആൾക്കാരും എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നൊരു കാര്യമാണ്, എനിക്കിന്ന് 150 രൂപ പ്രോഫിറ്റ് കിട്ടി, അത് ഇതിനകത്ത് കാണിക്കുന്നില്ലല്ലോ. സിമ്പിളാണ് ഗൈസ്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ നമുക്ക് ബ്രോക്കേഴ്സിന് കൊടുക്കണം. ബ്രോക്കേഴ്സിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനൊക്കെ കമ്മീഷൻ വളരെ ചെറുതാണ്. ടാക്സസ്, മറ്റേ കാര്യങ്ങൾ, അതായത് STT, പിന്നെ സ്റ്റേറ്റിൻ്റെ സെസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. ആ സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണഗതിയിൽ ഒരു 100 ഷെയർ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 100-150 രൂപ മിനിമം നിങ്ങൾ ഈ ബ്രോക്കറേജിൻ്റെ സൈഡിൽ കാണണം. അതിൻ്റെ മുകളിൽ ഒരു 300-400-500 രൂപയൊക്കെ പ്രോഫിറ്റ് ആക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ബ്രോക്കറേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ നമ്പർ ഓഫ് ഷെയർസിനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ബ്രോക്കേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. സെറോദ ആയിക്കോട്ടെ, ഫയേഴ്സ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവരുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്ന്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ എമൗണ്ട്, എൻട്രി പ്രൈസ്, എക്സിറ്റ് പ്രൈസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്രയാണ് ടോട്ടൽ എമൗണ്ട് വരിക, ഗവൺമെൻറ്റിൻ്റെ എത്രയാണ്, അവരുടെ ബ്രോക്കറേജിൻ്റെ എത്രയാണ് കമ്മീഷൻ, എല്ലാം കാണിക്കും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എമൗണ്ടിൻ്റെ കുറച്ചെങ്കിലും മുകളിലായിരിക്കണം എൻ്റെ പ്രോഫിറ്റ് എന്നുള്ളത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലധികം ഡിറ്റീരിയറേറ്റ് ആവാതിരിക്കും. അല്ലാതെ 100 രൂപ പ്രോഫിറ്റ് കണ്ടുകൊണ്ട് കിട്ടിയെന്നും പറഞ്ഞ് എക്സിറ്റ് ചെയ്ത് പോകാതിരിക്കുക. ഈ ബ്രോക്കറേജിൻ്റെ കാര്യം കൂടെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.